ജിത്തുഭായ്, യെസ്, ആഷിർ നന്ദയുടെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ശ്രീകൃഷ്ണപുരം. അപ്പം ഇന്നത് മീഡിയ ടേക്കപ്പ് ചെയ്തു, എല്ലാ പാർട്ടിക്കാരും ടേക്കപ്പ് ചെയ്തു. പാരൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വലിയൊരു അപ്രിസിയേഷൻ പാരൻസിനാണ്. പാരൻസ് ഇറങ്ങി ഇന്ന് സ്കൂളിൽ മൊത്തം സീനാക്കി. വലിയൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ഏറ്റവും വലിയ ബാക്കപ്പും മോട്ടിവേഷനും കിട്ടേണ്ടത് പാരൻസിൻ്റെ അടുത്തു നിന്നാണ്. ആണ്. ഇങ്ങനത്തെ എന്ത് സംഭവിച്ചാലും, ഇനിയിപ്പോൾ ഈ വിഷയം എന്നല്ല, എന്ത് സംഭവിച്ചാലും പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന മോട്ടിവേഷനും പാരൻസിൻ്റെ അടുത്ത് കിട്ടുന്ന ആ സപ്പോർട്ടും കുട്ടികൾക്ക് വലിയ താങ് തന്നെയാണ്. അത് കിട്ടാത്തതുകൊണ്ടാണ് അവർ നമ്മളെപ്പോലുള്ളവരുടെ അടുത്തേക്ക് ഓടി ഓടി വരുന്നത്. മാത്രമല്ല, ഇങ്ങനത്തെ ആളുകളെയും കിട്ടാതെ ആകുമ്പോഴാണ് അവർ ഈ ജീവൻ കൊടുക്കുന്ന പോലത്തെ പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പോൾ വി ശിവൻകുട്ടി, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇന്ന് ഇത് അഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ ഞാൻ കണ്ടതാണ്, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് അങ്ങേര് ഇട്ടിട്ടുണ്ട്. ഗുഡ്. ആൻഡ് വേറൊരു നല്ല കാര്യം, സെയിൻറ്റ് ഡൊമിനിക് കോൺവെൻറ്റ് സ്കൂളിലെ 3 ആളുകളെ പിരിച്ചുവിട്ടു. പ്രിൻസിപ്പളായ ജോയ്സി, ഇന്നലെ നമ്മൾ പറഞ്ഞതിലുള്ള ഒരാളാണ് ജോയ്സി, പറഞ്ഞ പേരിലുള്ള ഒരാളാണ്. സ്റ്റെല്ല ബാബു, പ്രോഗ്രാം കോർഡിനേറ്ററാണ്, നമ്മൾ പറഞ്ഞ പേരാണ് സ്റ്റെല്ല ബാബു. പിന്നെ തങ്കമ്മ ടീച്ചർ എന്ന് പറഞ്ഞ 3 പേരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് അല്ല, ഡിസ്മിസ് ചെയ്തു. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഈ 3 പേരും എന്താണ്, പ്രശ്നക്കാരാണ്. ഇനി ഇതിൽ മീഡിയ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ കുട്ടി ഇത് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ആ കുട്ടി ഒരു പേപ്പറിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഈ ടീച്ചേഴ്സ് അത് മുക്കും, ബാക്കിയുള്ളവരത് മുക്കും എന്ന് അറിഞ്ഞതുകൊണ്ട് അതൊരു സേഫ് ഹാൻഡ്സിലായിരുന്നു. അത് കൃത്യമായിട്ട് ഇന്ന് പോലീസ് സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് പോലീസിനത് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ഈ കുട്ടി അങ്ങടും ഇങ്ങടും ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ അങ്ങടും ഇങ്ങടും ലെറ്റർ എഴുതി സംസാരിക്കണ ഈ കുട്ടി സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോ ഇതേപോലെ ഇവിടെ ഒരു ലെറ്റർ കൊടുത്തു. അപ്പോ കിട്ടിയ കുട്ടി പെട്ടെന്ന് വായിക്കാതെ എടുത്ത് ബുക്കിൽ വെച്ചു. ഇന്നത് ഓർത്തിട്ട് തുറന്നു നോക്കുമ്പോ ശരിക്കും ഒരു ആത്മഹത്യ കത്തായിരുന്നു. അത് നേരെ പോലീസിന്റെ കൊണ്ട് കൊടുത്തു. കാരണം ഞാൻ പറയാലോ, ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെ പോലെ അല്ലടി, നമ്മളെ ജനറേഷനെ പോലെയല്ല. ദേ ബ്ലഡി വെൽ നോ വാട്ട് ടു ഡു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അത് ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച കണ്ട് തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയും സോഷ്യൽ മീഡിയേൻ്റെ വളർച്ച കാരണം കുട്ടികൾ എന്തായി, വഴി തെറ്റിപ്പോയി. ഇല്ല, ഒരു മെജോറിറ്റി കുട്ടികൾ വഴിതെറ്റിപ്പോവാം. അതെ, പക്ഷെ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് സംഭവിക്കുന്നത്. ഇനി ഈ രാവിലെ ഈ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്തെ സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഒരു ഭീഷണി സാധനം ഇട്ടിരുന്നു. പാരൻസ് ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ അധികം ഇനി ഇത് എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിയമ നടപടി എടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ചൊപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നിയമ നടപടി എടുക്കേണ്ടത് ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണക്കാരായ വ്യക്തികളുടെ അടുത്താണ്. അല്ലാതെ സ്കൂളിൽ നടക്കുന്ന അട്രോസിറ്റി അഡ്രസ്സ് ചെയ്യുന്ന എന്നെപ്പോലുള്ളവരോ പാരൻസിൻ്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ അല്ല നിങ്ങളുടെ പൈസ തന്നെ മിടുക്ക് കാണിക്കേണ്ടത്. ആ മിടുക്ക് കാണിച്ച് സെയിൻറ്റ് ഡൊമിനിക്സ് കോൺവെൻറ്റ് സ്കൂളിൻ്റെ ഏതൊരു മാനേജ്മെൻറ്റ് ആര് വന്നാലും അത് എൻ്റെ എതിരെ വന്നാൽ നേരിടാൻ എനിക്കറിയാം, അവർക്കെതിരെ പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരിടാനും എനിക്കറിയാം. ഓക്കെ, ഈ വിഷയത്തിൽ അല്ല പറയാൻ പറ്റില്ല. ഇവിടെ എന്താ അറിയോ, ഇവർ വർഷാവർഷങ്ങളായിട്ട് ഈ പരിപാടി എടുക്കുന്നതാണ്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജ്, ഇന്നലെ വന്ന മെസ്സേജിൻ്റെ ഇരട്ടി മെസ്സേജാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഈ കുട്ടീൻ്റെ കാര്യത്തിൽ വേറൊരു അപ്ഡേറ്റ് ഉള്ളത് എന്താ വെച്ചെങ്കിൽ, ആഷിർ നന്ദ എന്ന് പറഞ്ഞ കുട്ടി ഏതോ മാത്സിലാണ് തോന്നുന്നു 1/2 മാർക്കോ 1.5 മാർക്കിനൊക്കെ ആ കുട്ടിക്ക് കുറവുള്ളത്. അതിൻ്റെ പേരിലാണ് ഈ കുട്ടീനെ എന്ത് ചെയ്തേ, മാറ്റി നിർത്തുക എന്നുള്ള കാര്യം പറഞ്ഞതും. ഈ കുട്ടീൻ്റെ പാരൻസിനെ വിളിച്ച് അവരെ കൺവിൻസ് ചെയ്തു, കുട്ടീനെ കൺവിൻസ് ചെയ്തില്ല. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ, ഈ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിത്ര സമ്മതപത്രോ, അതായത് ഈ കുട്ടീനെ മാറ്റാമെന്നോ അതോ 8ാം ക്ലാസ്സിലേക്ക് തന്നെ കൊണ്ടുപോയി ഇരുത്താമോ, അങ്ങനെ എന്തോന്ന് എഴുതി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ പറഞ്ഞതായിട്ട് ഞാൻ ന്യൂസിൽ കണ്ടില്ല. ഇനി ഇന്നുണ്ടായ മേജർ ഇൻസിഡൻസ് ഒക്കെ ഞാനിവിടെ ക്ലിപ്പായിട്ട് വെക്കാം. അതിൽ തന്നെ CWC അടക്കം, എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ അടക്കം നിങ്ങൾ നിർബന്ധമായിട്ട്, ഇപ്പോൾ ഡിസ്മിസലല്ല, ഈ പറഞ്ഞ സ്റ്റെല്ല എന്ന് പറഞ്ഞ ആ ഒരു ഡെവിളിനെതിരെ നിങ്ങൾ കേസ് എടുക്കേണ്ടത് ഈ കുട്ടികൾ പറയുന്നത് വെച്ചിട്ടാണ്. ഒരു കുട്ടീന്ന് മൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞത് കേട്ടോളി. കുറച്ച് മുടി ഉണ്ടെങ്കിൽ അപ്പൊ വെട്ടാൻ പറയും, ഞങ്ങളോട് ഫുൾ മൊട്ടടിക്കാനൊക്കെ പറയണം. ചെറിയ മൊട്ടടിച്ചു വന്നാലും അവര് മൊട്ടടിക്കാൻ വീണ്ടും പറയും, മുടി കുറച്ച് ഫുള്ള് മൊട്ടടിച്ചു വരാൻ പറയും. വെറുതെ ചെവി പിടിച്ച ഒരു കാര്യമില്ലാണ്ടതാക്കുക, വെറുതെ അടിക്കുക. ബുക്ക് കൊണ്ടുവരാത്തേനെ
ആരാ ചവിട്ടി? സ്റ്റെല്ല ടീച്ചർ ചവിട്ടി. സ്റ്റെല്ല ടീച്ചർ എനിക്ക് തോന്നുന്നു ഇതിന് ഗുണ്ട ആക്ടിനാണ് തോന്നുന്നു കേസ് എടുക്കേണ്ടത്. അല്ല, മൂപ്പത്തിയാർക്ക് നല്ല പ്രായമുണ്ട്. ഈ സ്റ്റെല്ല ടീച്ചറെ ഫോട്ടോ ഞാൻ അവിടെ വയ്ക്കാം. ഇതിന്റെ പേരിൽ എനിക്ക് കേസ് വന്നാൽ എനിക്ക് പോടാ പുല്ലാണ്. സ്റ്റെല്ല ടീച്ചർ പോയി എനിക്ക് അതിന് കേസ് കൊടുക്ക്. എനിക്ക് മത്തായിയാണ്. ഈ സ്റ്റെല്ല ടീച്ചർ കുട്ടികളെ ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാണ് കുട്ടികളെ. നിർബന്ധമായിട്ടും CWC, ചൈൽഡ് ലൈനും മിനിസ്റ്ററും ഇതിൽ കേസ് എടുക്കണം ഇവർക്ക്. കുട്ടികൾക്ക് അങ്ങനെ വടി പോലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കാലത്താണ് ടീച്ചർ. അത് ഈ കാലത്ത് തുടങ്ങിയിട്ടല്ല അയ്യമ്മ, ഈ ലേഡി ഈ കാലത്ത് തുടങ്ങിയല്ല. ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് വെക്കാം. ഇന്ന് ഈ സ്റ്റെല്ല ടീച്ചറെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ 2 കുട്ടികളെ അയച്ചെന്ന സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. ഇതിലെന്താ ഉണ്ടായിട്ടുള്ള അറിയോ? കുട്ടികളെ വടി വെച്ചും ചോക്ക് വെച്ച് കയ്യിൽ പിടിച്ചും അമർത്തി ഞെക്കിയിട്ട് അവരെ കയ്യിൽ മുറിയായത് ഓരോ കുട്ടികൾ സ്കൂള് വിട്ട് പോയിട്ടും അവരെന്ത് ചെയ്യുക അറിയോ? എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓർമ്മ ഈ ടീച്ചർ കൊടുത്ത പാട്. ഈ സ്റ്റെല്ല ടീച്ചറെ മെയിൻ പരിപാടി എന്താ അറിയോ? കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് ഈ നടുവിരൽ ഇങ്ങനെ കുത്തിയിട്ട് തലയ്ക്ക് കുത്തുക കുട്ടികളത്. ചെവി, ഈ വിരലിൻ്റെ ഇടയിൽ ചോക്ക് വെച്ച് ചെവി പിടിച്ച് തിരിക്കുക, കയ്യിൻ്റെ മുകളിൽ പിടിച്ച് പിച്ചുക. ഒരുമാതിരി സാഡിസം പിടിച്ചൊരു സാധനമാണ് ഈ സ്റ്റെല്ല എന്നുള്ളതാണ് എനിക്ക് ഈ കുട്ടികൾ. അതും വർഷങ്ങൾ മുമ്പ് ഇവിടുന്ന് അലുമിനി ആയിട്ട് ഇറങ്ങിയ ഒരുപാട് കുട്ടികളാണ് പറയുന്നത്. സ്റ്റെല്ല എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടല്ലോ ട്രോമയാണ്. അന്നേ ഈ കുത്തിക്കുഴപ്പം പിടിച്ചാണ് ഇരിക്കുന്നത് ടീച്ചർ. പ്രായമായില്ലേ ടീച്ചർ എന്ന് വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ടീച്ചർ ഞാൻ വിളിക്കുന്നില്ല, പ്രായമായില്ലേ സ്ത്രീയെ. സ്ത്രീ ആയതുകൊണ്ടാട്ടോ സ്ത്രീ. വായിൽ ഈ സ്ത്രീ എന്നുള്ളത് നിങ്ങൾ വേറെ വാക്കാക്കിക്കോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പ്രായമായില്ലേ, ഒതുങ്ങിക്കൂടെ? എന്തിനാണ് ഈ കഴപ്പ്? എന്ത് കാര്യത്തിനാണ്? കഷ്ടം തന്നെയാണ്. എന്താണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇന്ന് മീഡിയക്കാർ കയറിയ സമയത്ത് അയ്യോ പൊന്നോ, ഈ ജോയ്സി ഭയങ്കര കരച്ചില്. ലോഹ ഇട്ടിട്ട് ഇരുന്ന് കരയുക. അതിന്റെ ബാക്കിൽ സ്റ്റെല്ല നിൽക്കുന്നുണ്ട് സാരി എടുത്തിട്ട്. സ്റ്റെല്ലേന്റെ ഭാവം ഇപ്പൊ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രംപിന്റെ ഭാര്യ തോന്നുന്നു, അമേരിക്കൻ പ്രസിഡന്റ്. എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കൊച്ചു മരിച്ചതിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാരൻസ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങൾക്കറിയില്ല സാർ, എനിക്ക് അങ്ങനെ പറയാനായിട്ട്. ഡീഗ്രേഡ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, നമ്മൾ റീ എക്സാം എഴുതേണ്ടി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റീ ടെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവരെ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ കയറ്റിയിടുക. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ലോഹ ഇട്ടവർക്കും വെള്ളി ഇട്ടവർക്കും ഒക്കെ കിട്ടുന്നൊരു ബഹുമാനമുണ്ട് സൊസൈറ്റിയിലെ ഉണ്ടല്ലോ. അത് വെച്ചിട്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പലതും നമ്മളെ വായ മൂടി കെട്ടാണ്. സത്യം. ഇത് കാണുമ്പോൾ ഞാനും ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസന്റേഷൻ സ്കൂളിൽ പഠിച്ചാൽ വരുന്ന പെണ്ണ. ഇന്നെ പഠിപ്പിച്ചതും ലോഹട്ട കുറേ മാലാകമാരാണ്. അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. എനിക്കിപ്പോൾ നമുക്ക് മാലാകമാർക്കിടയിലും ഇതുപോലുള്ള അസുര വിത്തുകൾ ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് 24 പോയിരുന്നേ. അപ്പോൾ അവിടുന്ന് എടുത്തൊരു വൈറ്റാണ്. പ്ലസ് മീഡിയ വണ്ണും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ കൊടുത്തൊരു വൈറ്റും കൂടി ഉണ്ട്. വീട്ടിൽ വന്നപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഡള്ളായി ഒരു ഇതിലുണ്ടായിരുന്നു അവൾ. കുറച്ച് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ട് ഇവൾക്ക്. ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട വീട്ടിലെ കുട്ടി തന്നെയാണ് വന്ന് ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൾ വന്നപ്പോഴാണ് ഇവൾ മുകളിൽ പോയി നോക്കുന്നത്. അപ്പോൾ അതുവരെ അവളെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് ട്യൂഷൻ്റെ സമയമായപ്പോൾ മുകളിലേക്ക് പോയിരുന്നു. പിന്നെ ആ കുട്ടി കയറി വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. പെൺകുട്ടികളായി കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ആൺകുട്ടികള് ഒന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ടീച്ചർ എന്നെ വെക്കേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോറി പറഞ്ഞതൊക്കെ തെറ്റാണ്, ഇവളെത്തല്ല അബദ്ധേ, ഇവള് പാവമായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇവള് ഞങ്ങളുടെ നിന്ന് സമ്മതം ഇതാക്കി ഞങ്ങളെ ചെയ്തിരുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന ടീച്ചറേ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ പറയും ടീച്ചർ ഇനി അവളെ വിട്ടിട്ട് അപമാനിക്കുക. ഞാനപ്പോൾ അവളോട് പറയലുണ്ട്, ആ ടീച്ചറൊക്കെ മുന്നിലുണ്ട്, നന്ദു വലുതായി വരണട്ടോ, നല്ല പഠിക്കുകയും പിന്നെ 23-ാം തീയതി വൈകുന്നേരം കുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയി ആത്മഹത്യ ചെയ്തത്. വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടി കരഞ്ഞിരുന്നു. അവിടെ ഇന്റേണൽ ഒരു എക്സാമിനേഷൻ എടുത്ത് അതിൽ മാർക്ക് കുറഞ്ഞു. ഒരു റീഷഫ്ലിംഗ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും അവളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നടന്ന സംഭവത്തിൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും ക്ലാസ് ടീച്ചർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റ് സഹപാഠികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ട പോലെ ഒരു ലെറ്റർ ഉണ്ട്
ഓക്കെ, അതിന് പോലീസുകാരെ കൈ കിട്ടിയിട്ട് അതിന് എന്താവും എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതെന്തോ ലെറ്റർ ഉണ്ട് എന്നുള്ളത്, അത് ആരെ കയ്യിൽ കിട്ടി, ആർക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ എത്താത്തൊരവസ്ഥ വരുമ്പോൾ മുട്ടി നിൽക്കൂല എവിടെയെങ്കിലും. അപ്പം മിഹിറിൻ്റെ കേസിലൊക്കെ വന്ന് അപ്ഡേറ്റ് ചെയ്ത പോലെ ഞാൻ തന്നെ വന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അല്ലാതെ നിയമത്തിന് മുകളിൽ കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇനി ഇതുപോലെ പറയാനുള്ള വേറൊരു കാര്യം, ഇവിടെ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഷഫിൾ ചെയ്യുന്നതോ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതോ മാത്രമല്ല, ടീച്ചേഴ്സില്ല ഇവിടുത്തെ ചില ടീച്ചേഴ്സ് ഇവിടെ വന്ന് ഓടിപ്പോയിട്ടുണ്ട്. പ്രഷർ റൗണ്ട് ടീച്ചേഴ്സിന് വരുന്നത്. എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ 500 കമൻറ്റ് വന്നതിൽ കുറേ ടീച്ചർമാർ അവരെ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതും പോട്ടെ, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇളകും ഇത്ര പേർക്ക്. പ്രിൻസിക്കും ഇളകും, സ്റ്റെല്ലയ്ക്കും ഇളകും. നേരത്തെ പറഞ്ഞ പോലെ പലതും പറയണമെന്നുണ്ട്. അതായത് പ്രശ്നമാണ് ഇവർക്ക്, മനസ്സിലായോ? അവരൊക്കെ നോക്കുന്നത് വേറെ കണ്ണുകൂടിയാണ്. പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്ന് പോകുമ്പോൾ ഇത്ര കുത്തിക്കുഴപ്പാണെങ്കിൽ പിന്നെ ഈ ലോഹട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടികൾ സ്കൂളിൽ വന്ന് പോകുമ്പോൾ കുട്ടികൾ അതേ യൂണിഫോം വീട്ടിലെത്തി ബാത്റൂം പോണവരെ അതേ യൂണിഫോം ഉണ്ടോ? ടാഗ് പോലും അഴിക്കാൻ പാടില്ല, മനസ്സിലായോ? ഇവിടുന്ന് സ്കൂൾ അല്ലാതെ നീ പുറത്ത്, അപ്പൊ പാരന്റ്സിനെ വിളിക്കും, പുറത്താക്കും, സസ്പെൻഷൻ, അല്ലെങ്കിൽ അടി, അല്ലെങ്കിൽ എല്ലാരും മുന്നിലോട്ട്. പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളിട്ട കമന്റ് ആണ്. അതായത് അവിടെ ഡ്രൈവർ വേക്കൻസിയിൽ അപ്ലൈ ചെയ്തതാണ് ഒരു വ്യക്തി. ആ വ്യക്തിനോട് പറഞ്ഞാൽ എന്താ അറിയോ, വ്യക്തിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞാൽ എന്താ അറിയോ, ലൈസൻസ് കത്തിക്കാൻ പറഞ്ഞു. അല്ല, ക്രിസ്ത്യൻ അല്ലാത്തതുകൊണ്ടേ ലേശം പ്രശ്നമുണ്ട്. ഏതുണ്ട് ഇന്റർവ്യൂവിന് പോയപ്പോൾ കുട്ടികളുടെ ഇടയിലും ഇതേ പ്രശ്നം ഉണ്ടെന്നുള്ളത് കുട്ടികൾ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പം ഇവിടെ എല്ലാ തരത്തിലും ഈ സ്കൂളിൽ എന്തുണ്ട്, വിഷയങ്ങളുണ്ട്. ഇനി ഇത് മാത്രമല്ല, വേറൊരു കമന്റ് ഉണ്ട്, സ്കൂളിൽ വീടില്ലാത്തൊരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് പിരിച്ചു. എൻ്റെ ആനുവൽ ഡേന്റെ അന്ന് ആ വീട് കൈമാറും ചെയ്തു. ബട്ട് ഇപ്പം ആ വീട് കൈവശപ്പെടുത്തിക്കുന്ന സ്കൂളാണ്, സ്കൂളിലെ സ്റ്റാഫുകൾ താമസിക്കുന്നത് ആ വീട്ടിൽ. മൊത്തത്തിൽ അതോരോ ധാരാവിയാണോ ഇത്? ധാരാവിയാണോ ഓർത്ത് വെച്ചിട്ടുള്ളത്? അതിനും നല്ലത് ഇവിടെ നല്ല രീതിയിൽ ഗുണ്ടായിസം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നൊരു ബോർഡും വെച്ച് ആ സ്കൂൾ നടത്തിപ്പ് നടത്താനാണ്. ഞാൻ സത്യത്തിൽ ഞാൻ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആക്കി വെച്ചിട്ട് പല കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ, കമ്പനികൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ ഒക്കെ അവർ ചെയ്യുന്ന അട്രോസിറ്റീസ് അഡ്രസ്സ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലത്തെ എൻ്റെ ഈ ഒരു കോണ്ടന്റ് മേക്കിങ്ങിൻ്റെ ഇടയിൽ ഇത്രത്തോളം ഹെയ്റ്റ്, ഒരു പോസിറ്റീവ് ഇല്ലടേ, ഒരു പോസിറ്റീവ്. അലുമിനിയം സ്കൂളിനെതിരെ ഒരു സ്കൂളിനെതിരെ, അതിലുള്ള സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചർക്കെതിരെ, സാധാരണ സ്കൂളിനെതിരെ ഒക്കെ ഒരു സംഭവം പറയുമ്പോൾ അതിനൊപ്പം നല്ലത് പറയുന്നവരുണ്ടാവും, ഇതുപോലെ ചീത്തവശങ്ങൾ പറയുന്നവരുണ്ടാവും. ഇതിന്റെ രസം അറിയോ, മറ്റേത് PR വെച്ചെങ്കിലും വരും കമന്റ് ബോക്സിൽ. ഇത് PR വന്നിട്ട് അതിനെ തെറി വിളിക്കുക നാട്ടുകാര്. വർഷങ്ങളോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ ടീച്ചറിന്റെ ഈ ഒരു ചെയ്തികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇട്ടപ്പോൾ എനിക്ക് വന്നതാണ് ഇതൊക്കെ. ഈ കണ്ട മെസ്സേജ് മൊത്തം സൈഡിൽ വെക്കാം. ഞാൻ ആരുടെയും ഐഡന്റിറ്റി ഒന്നും പുറത്തു വിടുന്നില്ല. ബട്ട് ചില ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളില്ലേ, ചില പൂർവ്വ വിദ്യാർത്ഥികൾ ധൈര്യപൂർവ്വം പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരനുഭവിച്ച കാര്യങ്ങൾ അവർ വീഡിയോ ഇട്ട് പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ഈവൻ ആഫ്റ്റർ 10 years ഓഫ് പാസിംഗ് ഔട്ട് ഫ്രം ദാറ്റ് സ്കൂൾ, എനിക്ക് അവർ തന്ന ട്രോമ, ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവും. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 10 വർഷം മുൻപ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്നിരുന്നത്. എന്റെ വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നത് കൊണ്ടോ എന്നെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും തെറപ്പി എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് എനിക്കൊന്ന് നോർമലാവാൻ പറ്റിയിട്ടുള്ളത്. എന്റെ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ അത് എത്തുന്നത് ഈ പറഞ്ഞ സ്കൂളിലായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അത്രത്തോളം ആ സ്കൂളിൽ നമ്മളെ അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല, ഇത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും കഥ. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ശ്വാസം മുട്ടിച്ചിട്ടുള്ളത് എന്റെ മാത്സ് ടീച്ചറായിരുന്നു. അവര് എന്നോട് എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളതുപോലെ പെരുമാറിയിരുന്നത്. പിന്നീട് അവര് പലരോടും എന്നോട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നോടുള്ള ഗ്രഡ്ജിന്റെ റീസൺ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ്. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. അതിന് അവരെന്നെ പിന്നീട് പല സിറ്റുവേഷൻസിലേക്കും പുള്ള് ചെയ്യുകയും അവിടെ ഇട്ടിട്ട് എന്നെ ഒരുപാട് മെന്റലി ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ പഠിച്ച് ഇറങ്ങിയതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഭയങ്കര റയറായിട്ട് അവിടെ നല്ല ടീച്ചേഴ്സ് കാര്യം ഇവരെന്തോ ഇതിനായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് പോലെ അവർ ബിഹേവ് ചെയ്തിരുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ എന്റേത് ഇങ്ങനെ ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അവിടെ വേറൊരു കാരണമുണ്ട്. വേറൊരു കാരണം കൊണ്ട് അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്ന ഒരു സമയമായിട്ട്. കാരണം എന്നെ അവര് ഹരാസ് ചെയ്ത സമയത്ത് ഞാൻ അതൊരു കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കേട്ടറിഞ്ഞിട്ടെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അതുണ്ടായില്ല എന്നത് പേടികൊണ്ട് മാത്രം. എന്റെ പാരന്റ്സിന് നല്ല പേടിയായിരുന്നു. ഒന്നാമത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും ഹോൾഡുള്ള ആളുകളാണ്. പിന്നെ എന്റെ ഫ്യൂച്ചറാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്നെ പിടിച്ചു വെക്കുക ചെയ്തിരുന്നു. ഇന്നിപ്പോ മമ്മി പറയും ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ കാര്യം എനിക്ക് റിപ്പീറ്റ് ആയി പറയേണ്ടി വരുന്നത് പാറ്റേൺസ് മാറാത്തോണ്ടാണ്. അന്ന് ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൂടെയുള്ള ആളുകളുടെ മക്കൾ സ്റ്റുഡൻസ് ആയി മാറി. എനിക്ക് പറയാനുള്ളത് അവരോടാണ്. മക്കളെ സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികളെ കുട്ടികളായി കാണണോ ശത്രുക്കളായി കാണണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഡിസിപ്ലിന്റെ പേരിൽ കുട്ടികൾ എന്തൊക്കെ സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ അതിലേക്ക് നമ്മൾ തള്ളി വിടണമെന്നൊന്നുകൂടെ ചിന്തിച്ചിട്ട് വൈസായിട്ട് കുട്ടികളുടെ സ്കൂൾ ചൂസ് ചെയ്യാം. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ് സ്കൂൾ എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം വീട്ടിലേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. ആ സറൗണ്ടിങ്സും അവിടുത്തെ ആളുകളുടെ ബിഹേവിയറും ഒരുപാട് നമ്മളെ എഫക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ നമ്മളൊരു സ്പേസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് കയറി ചെല്ലാനുള്ള ഒരു ധൈര്യം നമുക്ക് തരും. അതുകൊണ്ട് പ്ലീസ് ചൂസ് വൈസ്ലി. വെൽ ഡൺ. കാരണം ഇപ്പോഴുള്ള മക്കൾക്ക് നിങ്ങൾ അനുഭവിച്ചതിനും എക്സ്ട്രാ കുറെ അവർ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് അവർക്ക് ഇതിപ്പോൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ഇന്ന് അവരെന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും അനുഭവിക്കാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ നിങ്ങളുടെ സൈലൻസ് ആണ്. അത് നിങ്ങൾ ഇപ്പൊ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്തവർക്ക് ഒരു കൺഗ്രാറ്റ്സ്. ബ്രേക്ക് ചെയ്യാതിരിക്കുന്നവർ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഇത് പറഞ്ഞു പോകുന്നുണ്ട്. കുട്ടികൾക്ക് അവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കണം എന്ന് പറയാം. കാരണം അവർക്ക് ഇനി അവിടെ പഠിക്കാനുള്ളതാണ്. അവർക്കെതിരെ എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ അതുള്ള പേടി അവർക്ക് വരും. പഠിച്ചു പോയി അവിടുന്ന് പുറത്തിറങ്ങി ജോലിയായി സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങൾ എന്തിനു പേടിക്കണം? അല്ല, പഠിക്കാൻ മാത്രമാണോ സമ്മതിക്കുക? ഇവര് പഠിത്തം കഴിഞ്ഞ് വരുന്നവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇനി അതും അങ്ങനെ ഉണ്ടാവും, കൈവശം ഉണ്ടോ എന്നുള്ളത് അറിയില്ല, പറയാൻ പറ്റില്ല. കാരണം നമ്മളും പേടിക്കണം. വണ്ടിക്കെതിരെ വല്ല ലോറി വന്ന് കയറിയാലോ കൊട്ടേഷനും കൊടുക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. കാരണം പേരിന് മാത്രമേ ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ, ഇവരെ പണികൾ വേറെ ആയിരിക്കും. ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോ ഇതിനകത്ത് ഈ എന്താ പറയാ നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന മാധ്യമ പ്രവർത്തകർ കുറച്ച് പേരെയും രാഷ്ട്രീയക്കാരെയും കുറച്ച് പേരെ വിളിച്ച സമയത്ത് പേടിച്ചിട്ട് ഇടപെടാത്തവരുണ്ട് കേട്ടോ. തുറന്നു പറയാം, പേടിച്ചിട്ട് ഇടപെടാത്ത പ്രതീക്ഷയെ തന്നെ വിളിച്ചതും പേടിയാണ്, അവരാരും ഇടപെടുന്നില്ല. പക്ഷെ 24 ഹാഷ്മി മാൻ സമ്മതിച്ചൊന്നു. ഞാൻ ഹാഷ്മിനെ വിളിച്ച് കാര്യം പറഞ്ഞതുള്ളൂ. ഹാഷ്മി ഇങ്ങനെ ടേക്കപ്പ് ചെയ്ത സാധനം ഇങ്ങനെ എടുത്ത ഹാഷ്മി ഫോൺ എടുക്കാന്നപ്പോ ഇല്ല ഹാഷ്മി ഫ്ലോ അപ്പൊ ഇതിലായിരുന്നു, ന്യൂസിലായിരുന്നു. ഹാഷ്മി കറക്റ്റ് സാധനം എടുത്തു, മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു, വീട് ട്രേസ് ചെയ്തു, സാധനങ്ങൾ എടുത്തു. അവരിന്ന് സ്കൂളിൽ പോയി എല്ലാം എടുത്ത് അവരത് ടേക്കപ്പ് ചെയ്തു. അതിന് ഞാൻ 24-നും ഹാഷ്മിക്കും വലിയൊരു കൺഗ്രാറ്റ്സ് പറയാം കേട്ടോ. ഒരു രക്ഷയില്ലാതെയാണ് അത് ടേക്കപ്പ് ചെയ്തത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴുള്ള അപ്ഡേറ്റ്സ്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ടീച്ചർമാരോ ഒന്നും ആവില്ല. കുട്ടികൾ പല സ്കൂളിലും പല രീതിയിലുള്ള ഹരാസ്മെൻറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അഡ്രസ്സ് ചെയ്യാനും അതിലൊരു എന്താ പറയുക തീർപ്പുണ്ടാക്കാനുമാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇരിക്കുന്നത്. ഇപ്പം കുറച്ചായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പൊളിയാണ് ശിവൻകുട്ടി. ഇപ്പം കുറച്ചായിട്ട് മൂപ്പരൊന്ന് ഉണർന്നിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടണം. ഒരു തരത്തിലും അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ മണി പവർ, മസിൽ പവർ വെച്ചിട്ട് ഈ സംഗതി താന്നു പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്കൊക്കെ മക്കളുള്ളതാണ്, നിങ്ങളെ മക്കളൊക്കെ ഓരോ സ്കൂളുകളിൽ പഠിക്കാനാണ്. അപ്പൊ ആ അനുഭവം ഇനി മുതലെങ്കിലും ആർക്കും ഇല്ലാതെ വേണമെങ്കിൽ അവിടെ നാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് കുറെ നാട്ടുകാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സായിബ്രോ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ വീഡിയോ തന്നെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആണോ, എന്നിട്ട് ഇന്നിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, നന്നായി നിങ്ങളിത് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നിപ്പോൾ നാട്ടുകാർ സ്കൂളിൽ കയറി ചെന്നപ്പോൾ കുട്ടികളും അവിടുത്തെ പാരൻസും പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ ഒരുത്തനെയും വെറുതെ വിടില്ല. കുട്ടികളൊക്കെ എത്രയും കാലം ഇങ്ങനെ പൂട്ടിയിട്ട പോലെ കിടക്കുന്നു. കഴിഞ്ഞു പോയവര് അതാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. കഴിഞ്ഞു പോയവരും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവരൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പേടി ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസന്റേഷനിലാണ് പഠിച്ചത്, എനിക്ക് ഒന്നും പറയാമല്ലോ, സൂപ്പർ സ്കൂള്. ഇപ്പൊ ഞാൻ MSPക്ക് വന്നു, ഒരു 75% സൂപ്പർ പറയും, 25% മഹാ കഷ്ടമായിരുന്നു. പല രീതിയിലുള്ള സാധനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു എഫക്റ്റ്
ഇത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ള ട്രോമ എഫക്റ്റ് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 സാറുമാർ എൻ്റെ തടി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ഞാനും MS പഠിച്ച എനിക്കൊരു മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ തടി വെച്ചിട്ടുള്ള കളിയാക്കലുകൾ സാറുമാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം എനിക്കൊരു 25% പറയാൻ കാരണം എനിക്ക് മാത്രമല്ലല്ലോ, ഒപ്പുള്ളവർക്ക് കിട്ടുന്ന കൂടി നമ്മൾക്ക് ബാധിക്കുമല്ലോ. അപ്പം അതും കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോരുത്തരുടെ നേച്ചറാണ്. ചിലർ വിളിച്ചു പറയും, ചിലർ വിളിച്ചു പറയുന്നത് ഞാൻ വിളിച്ചു പറയുന്നിടത്താണ്, ഞാൻ വിളിച്ചു പറയും, അത്ര തന്നെ. എന്താണെങ്കിലും ഈ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടട്ടെ. സ്കൂള് മൊത്തം പൂട്ടിപ്പോകാനോ പൂട്ടിക്കളയാനൊന്നും നമ്മളാരും പറയുന്നില്ല. അല്ല, അവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ എടുത്താണ് പുറത്തിട്ടാൽ മതി. അതെ, കുറച്ച് ക്ഷുദ്രജീവികളുണ്ടാവും, വലിച്ചു പുറത്തിടുക. മാനേജ്മെന്റ് റീതിങ്ക് ചെയ്യുക. ഓക്കെ, ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണം, അത് കുട്ടികളെ വെച്ച് നടത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് കെയർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൂട്ടി പോവാണ് നല്ലത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് മാന്യമായിട്ട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടുകാരും പാരൻസും സമ്മതിക്കും. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അത് മടി മസിൽ പവർ കൊണ്ട് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് തീർത്താലും നാളെ അതിൻ്റെ കർമ്മ തിരിച്ചു വരും. ആ വിഷയം അത് അവിടെ തന്നെ നടക്കും. അപ്പോൾ ഓക്കെ ഗൈസ്.